ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഗമണ്ണാണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രിപ്പായിട്ടൊന്നും പോയല്ലോ കേട്ടോ. ജസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബ്രദറിനെ കൊണ്ടാക്കാൻ കാഞ്ഞിരപ്പള്ളി വരെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു 40 കിലോമീറ്റേഴ്സ് ബോർഡ് കണ്ടു. വാഗമൺ അടുത്താണല്ലോ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ എന്തായാലും രാവിലെയാണ് പോയത്. അപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ, ഓണം വെക്കേഷൻ സമയമായിരുന്നു. ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ലേറ്റായിട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞങ്ങളപ്പോൾ ആ വാഗമണ്ണൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കാണാൻ പോയി. അങ്ങനെ വാഗമൺ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ദൂരം കൂടെ പോയാൽ കുമിളി, അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ പോയാൽ കമ്പം, തേനി, അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ആ ഒരു യാത്ര ജേണി ബിഗിൻ ചെയ്യുമായിരുന്നു. ജസ്റ്റ് ടൂറായിട്ടൊന്നും പോയതല്ല, പക്ഷേ അത് അവസാനം ഒരു ടൂർ പോലെ ആയി. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കര തേനി, അല്ലെങ്കിൽ തേനി കൊട്ടാരക്കര ഹൈവേ കൂടിയാണ്. അപ്പോൾ ആ സൈഡിലുള്ള പ്ലാന്റേഷൻസും അവിടുത്തെ ഒരു റോഡിൻ്റെ രീതിയും സൈഡിലുള്ള വ്യൂസും എല്ലാം ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ ആ സൈഡിലുള്ള കടകൾ, ഇതിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് തന്നെ ഡിഫറെൻ്റാണ്. നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും കാണുന്ന ആ ഒരു റോഡിൻ്റെയും പിന്നെ ഒരു കൾച്ചർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും ആൾക്കാരിലും സ്ഥലം. പിന്നെ പ്ലാന്റേഷനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും പച്ചപ്പൊന്നും കാണാനേ ഇല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഒരു ഫാസിനേറ്റിംഗ് എലമെൻ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. റോഡും നല്ല ഫ്രീ റോഡാണ്. നമ്മൾ തമിഴ്നാട് ബോർഡർ അങ്ങോട്ട് ആക്കുമ്പോഴത്തേക്കിനും നല്ല ഫ്രീ റോഡായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ MSR അവിടെ എത്തി. ഇതാണ് എൻ്റെ എൻട്രൻസ്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനുള്ളത് തേനിയിലാണ്. തേനി കമ്പം തേനി. അവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും ഗ്രേപ്സും കോക്കനട്ടും ബനാന ഒക്കെ ഒത്തിരി ഫാംസൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ ഗ്രേപ്സിൻ്റെ ഇടയിൽ നടുക്കിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. അടിപൊളിയാണ്. ഗ്രീൻ കളർ ഗ്രേപ്സ്, റെഡും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്തായാലും വന്നു, ഓണം വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അടിച്ചു പൊളിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഞാൻ അച്ഛനമ്മ ചുമ്മാ വന്നു. അപ്പം ജസ്റ്റ് നിങ്ങളെയൊക്കെ ഇവിടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. ഗ്രേപ്സിൻ്റെ ഇടയിൽ കൂടെ കാണാറ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗ്രേപ്സിൻ്റെയൊക്കെ ഒരു ഫാമിലൊക്കെ വരുന്നത്. ഇവിടെ വൈൻ മേക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, നോക്കട്ടെ. പിന്നെ ഒരു ഷോപ്പൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്തായാലും തേനി വന്നതല്ലേ, അപ്പോൾ എനിക്കൊരു ആഗ്രഹം. ഞാൻ മുന്നേ ഒരു 1.5 വർഷം മുന്നേ ചെന്നൈയിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തമിഴ് ഞാൻ സംസാരിക്കുന്ന ടച്ചൊക്കെ വിട്ടു. ഇപ്പോൾ 1.5 വർഷമായിട്ടൊന്ന് സംസാരിക്കായിരുന്നിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഒന്നും പറയരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ ഒന്ന് തമിഴിൽ ചെയ്യാൻ നോക്കട്ടെ. ஹலோ காய்ஸ், வணக்கம். நான் வந்து தேனியிலிருந்து பேசுகிறேன். இங்கே ஒரு கிரேப் ஃபார்முக்கு வந்திருக்கோம். ஸோ இப்போ வந்து நான் வந்து கிரேப் ஃபார்முக்கு நடுவில் தான் இருந்து பேசிகிட்டு இருக்கோம். ரொம்ப காமெடியாக இருக்குது. ஐ டோன்ட் நோ வாட் டு டு. ஓகே, அந்த டச் இல்லை, அது வந்து ലാക്ക് ആവാതെ പോലെ இருக்குது. സോ എനിവേസ് ഐ വിൽ ട്രൈ. നമ്മൾ ട്രൈ ചെയ്യണമല്ലോ എല്ലാം. നമ്മുടെ കൈ വിട്ടു പോയാലും നമ്മൾ എല്ലാം കയ്യിൽ ഒതുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയാറുള്ളത്. അപ്പം നമ്മളെന്താണ് വിട്ടുകൊടുക്കാൻ പാടില്ല. മാക്സിമം ട്രൈ ചെയ്തു. ചിലപ്പം തെറ്റിക്കോട്ടെ. സോ ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കിട്ടും. നല്ലൊരു തണുപ്പുണ്ട്, നല്ലൊരു അന്തരീക്ഷമാണ്. അതേപോലെ അടിപൊളിയാണ് ഈ ഒരു വൈബ്. പുറത്തൊക്കെ നല്ല ചൂടാണ്, പക്ഷേ ഇതിനകത്ത് വരും ഈ മുന്തിരിപ്പാടത്തിൻ്റെ ഇടയ്ക്കിരിക്കുമ്പോൾ നല്ല ഒരു ബാക്കിൽ നല്ല സൺലൈറ്റ് എന്നെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം ബ്ലറാവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഞാനപ്പോൾ ഇങ്ങോട്ട് വന്ന ജേണിയും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇന്ന് രാവിലെ നമ്മളൊരു 7-7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അനിയനെ കാഞ്ഞിരപ്പള്ളിയിൽ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വാഗമൺ ഒരു 40 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചാണ്. എന്തായാലും ഓണം വെക്കേഷൻ അല്ലെങ്കിൽ വന്ന് പോയതാണ്. പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ നമുക്ക് തോന്നി എന്തായാലും തേനി കുമിളിയൊക്കെ അടുത്തല്ല കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു അവിടെയും കൂടെയൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. എനിവേസ് ഓണത്തിൻ്റെ അവധിയല്ലേ, അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോവാം, കറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. കറങ്ങാമെന്ന് വെച്ചാൽ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും ഇറ്റ് വാസ് സോ ക്വൈറ്റ് നൈസ് ട്രിപ്പ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, മലകളൊക്കെ കണ്ടോ, തേനിയല്ലേ, നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഒത്തിരി ഫാമും ഒക്കെ പച്ചപ്പ് ഹരിതാപം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഞാനൊരു നേച്ചർ പേഴ്സണാണ്. എനിക്കിങ്ങനെ ഒത്തിരി ആർട്ടിഫിഷ്യൽ സംഭവങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ
അടിപൊളി സ്ഥലമാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് നമ്മളിനിയിപ്പം വൈകുന്നേരം ഒരു 4:30-5 മണിക്കുള്ളിൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ രാത്രി വീടെത്തത്തില്ല. ഇത് പൂവാണ് കേട്ടോ, ഇത് ഗ്രേപ്സിൻ്റെ പൂവാണ്. ഈ പൂവുണ്ടോ, ഈ പൂവാണ് നമ്മൾ വിളഞ്ഞ് കായായി അത് റൈപ്പനായി വന്നത് കേട്ടോ. അങ്ങനെ റെഡ് വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു, പല ഇതൊന്നും. ജ്യൂസ് കോർണർ ഉണ്ട് കേട്ടോ, ഞാൻ ജ്യൂസ് കോർണർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടെ ജ്യൂസ് കോർണർ. അപ്പോൾ കുറേ പേരൊന്ന് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്, കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ മുന്തിരിങ്ങയൊക്കെ ഒന്ന് അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന്. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന, ഞാനിത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരു ബോക്സ് നമ്മൾ വാങ്ങിയിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു ബോക്സ് 3 കിലോസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റാണ്, നല്ല ഫ്രഷ് ആയിരിക്കും അത്, നല്ല ടേസ്റ്റി ഫ്രഷൊക്കെയാണ്. അത് മാത്രമല്ല നമ്മൾ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണക്കമുന്തിരിയുണ്ട്, പിന്നെ വൈനുണ്ട്, വിത്ത് ആൽക്കഹോളും ഉണ്ട്, വിത്തൗട്ട് ആൽക്കഹോളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഷോപ്പ്. അപ്പോൾ അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഗ്രേപ്പിൻ്റെ പ്ലാന്റ്സ് കിട്ടും, പിന്നെ വൈൻ കിട്ടും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ വൈൻ വിത്തൗട്ട് ആൽക്കഹോളും, പിന്നെ അത് റെഡ് നൂൺ എന്ന് പറഞ്ഞൊരു വൈനാണ് വാങ്ങിയത്, അത് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഗ്രേപ്സ്, ഒരു ബോക്സ് ഗ്രേപ്സ്, പിന്നെ ഡ്രൈ ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്രീൻ ഗ്രേപ്സിൻ്റെ അടുത്ത് പോയി. അവിടെ കുറച്ചൊക്കെ കായായിട്ട് നിൽപ്പുണ്ട്, കുറച്ചൊക്കെ റൈപ്പൻഡായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റേ നമ്മൾ റെഡ് ഗ്രേപ്സിൻ്റെ അടുത്തായിരുന്നല്ലോ കൂടുതൽ നേരവും. പിന്നെ ഒരു സൈഡിൽ ഫുള്ള് പൂവാണ്, അത് നമ്മൾ അങ്ങോട്ടൊന്നും കടത്തി വിടില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഗ്രീൻ മുന്തിരിങ്ങയുടെ ഒരു സെക്ഷൻ, പിന്നെ നമ്മളെ വിസിറ്റേഴ്സിന് അലൗ ചെയ്യുന്ന ഒരു റെഡ് മുന്തിരിങ്ങയുടെ ഒരു സെക്ഷനുണ്ട്. തൊട്ടപ്പുറത്ത് അവർ ആരെയും അലൗ ചെയ്യത്തില്ല, അത് അവർ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അവിടെയും ഗ്രേപ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ, അകത്ത് വർക്കേഴ്സിനെ മാത്രമേ അലൗ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ ഷോപ്പ്, നമ്മൾ ജസ്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു. ബൈ.